ബിസിനസ് മാനേജ്മെന്റിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോക്കകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കൺട്രോൾ എന്താണെന്നുള്ളതാണ്. കൺട്രോളിന്റെ ഫീച്ചേഴ്സ്, ഇമ്പോർട്ടൻസ്, ഒബ്ജക്റ്റീവ്സ്, കൺട്രോൾ പ്രോസസ്, അതിന്റെ ലിമിറ്റേഷൻസ്, എങ്ങനെയാണ് ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള കൺട്രോൾ സിസ്റ്റം ഉണ്ടായിരിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോക്കകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിന്റെ മുമ്പത്തെ വീഡിയോന്റെ എല്ലാ ലിങ്കുകളും പതിവുപോലെ ഞാൻ ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് നൽകുന്നുണ്ട്. കൂടാതെ ചാനലിന്റെ പ്ലേലിസ്റ്റ് ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അവയെല്ലാം ലഭിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ നിങ്ങൾ രേഖപ്പെടുത്തണം. അതുപോലെ തന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തതായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ നമ്മളിതിനകത്ത് ആദ്യം ഇതിന്റെ മീനിങ് എന്താണെന്നുള്ളത് നോക്കാം. മീനിങ് ആൻഡ് ഡെഫിനിഷൻ. കൺട്രോൾ ഈസ് എ ബേസിക് മാനേജീരിയൽ ഫംഗ്ഷൻ. നമുക്ക് എല്ലാവർക്കും അറിയാം കൺട്രോൾ എന്ന് പറയുന്നത് മാനേജീരിയൽ ഫംഗ്ഷനിലെ ഒന്നാണ്. ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ് ഓഫ് ഇവാലുവേറ്റിംഗ് ആക്ച്വൽ പെർഫോമൻസ് വിത്ത് പ്രീ ഡിറ്റർമിൻഡ് വൺ. നേരത്തെ ഡിറ്റർമിൻ ചെയ്ത് വെച്ചിട്ടുള്ള, നേരത്തെ ഡിസൈഡ് ചെയ്ത് വെച്ചിട്ടുള്ള ഒന്നുമായിട്ട് യഥാർത്ഥ പെർഫോമൻസിനെ ഇവാലുവേറ്റ് ചെയ്യുന്ന, അതുമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ട് യഥാർത്ഥ പെർഫോമൻസിനെ വിലയിരുത്തുന്ന കണ്ടിന്യൂസ് പ്രോസസ്സാണ് കൺട്രോൾ എന്ന് പറയുന്നത്. വേരിയേഷൻ ആർ ഡിറ്റക്റ്റഡ്. നേരത്തെ അങ്ങനെ ഇവാലുവേഷൻ നടത്തുന്ന സമയത്ത് നമ്മൾ വേരിയേഷൻസ് കണ്ടെത്തും. വേരിയേഷൻ ഉണ്ടെങ്കിൽ കറക്റ്റീവ് ആക്ഷൻസ് ആർ ടേക്കൺ ടു പ്രിവെന്റ് ദം ഇൻ ഫ്യൂച്ചർ. ഭാവിയിൽ അങ്ങനെ ഒരു പ്രശ്നം പിന്നീട് ഉണ്ടാവാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് കറക്റ്റീവ് ആക്ഷൻസ് നമ്മൾ എടുക്കുകയും ചെയ്യും. ആ പറയുന്ന പ്രോസസ്സ് എല്ലാം കൂടെ അടങ്ങിയതാണ് കൺട്രോൾ എന്ന് പറയുന്നത്. അക്കോർഡിംഗ് ടു EFL Bruch, control is checking current performance against predetermined standards contained in the plans with a view to ensuring adequate progress and satisfactory performance. അദ്ദേഹത്തിന്റെ അഭിപ്രായ പ്രകാരം കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാനിനകത്ത് തന്നിട്ടുള്ള നേരത്തെ നമ്മൾ ഡിറ്റർമിൻ ചെയ്ത് വെച്ചിട്ടുള്ള സ്റ്റാൻഡേർഡ്. പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു ഫ്യൂച്ചർ ആക്ഷന് വേണ്ടി നേരത്തെ തയ്യാറാക്കുന്ന ഒന്നാണ്. അതിനകത്ത് കുറേ കണ്ടീഷനുകൾ, സ്റ്റാൻഡേർഡുകൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ആ പ്രീ ഡിറ്റർമിൻഡ് സ്റ്റാൻഡേർഡുമായിട്ട് കറന്റ് പെർഫോമൻസിനെ, അതായത് നമ്മുടെ ആക്ച്വൽ പെർഫോമൻസിനെ കമ്പയർ ചെയ്തുകൊണ്ട് ചെക്ക് ചെയ്യാണ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? വിത്ത് എ വ്യൂ ടു എൻഷുറിങ് ആഡിക്വേറ്റ് പ്രോഗ്രസ് ആൻഡ് സാറ്റിസ്ഫാക്ടറി പെർഫോമൻസ്. വേണ്ടത്ര പ്രോഗ്രസ് ഉണ്ടായിട്ടുണ്ടെന്നും അതുപോലെ തന്നെ സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള പെർഫോമൻസ്, അല്ലെ, തൃപ്തികരമായിട്ടുള്ള പെർഫോമൻസ് തന്നെയാണ് ഉണ്ടായിട്ടുള്ളതെന്നും ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട്. Then features of control. എന്തൊക്കെയാണ് ഇതിന്റെ ഫീച്ചേഴ്സ് എന്ന് നോക്കാം. ഇറ്റ്സ് എ കണ്ടിന്യൂസ് പ്രോസസ്. ഇറ്റ് കനോട്ട് ബി കൺഫൈൻഡ് ടു എ പെർട്ടിക്കുലർ സ്റ്റേജ്. ഒരു പെർട്ടിക്കുലർ സ്റ്റേജിൽ അല്ലെങ്കിൽ പെർട്ടിക്കുലർ മൊമെന്റിൽ മാത്രം ചെയ്ത് നിർത്തുന്ന ഒന്നല്ല കൺട്രോൾ എന്ന് പറയുന്നത്. ഇറ്റ് ഡസ് നോട്ട് സ്റ്റോപ്പ് എനിവർ. അത് എവിടെയും നിൽക്കുന്നില്ല. സോ ഇറ്റ് ഇൻക്ലൂഡ്സ് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ്, മെഷർമെന്റ് ഓഫ് പെർഫോമൻസ്, ഡിറ്റക്ട് വേരിയേഷൻസ് ആൻഡ് ടേക്ക് റെമഡിയൽ ആക്ഷൻ ടു കറക്റ്റ് ഇറ്റ്. ഇതിനകത്ത് എന്തുണ്ട്? ആദ്യം സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യലുണ്ട്, എന്നിട്ട് പെർഫോമൻസ് അതുമായിട്ട് മെഷർ ചെയ്യും, മെഷർമെന്റ് ആദ്യം നടത്തും, എന്നിട്ട് അതുമായിട്ട് കമ്പയർ ചെയ്യും. അപ്പോൾ വേരിയേഷൻ ഉണ്ടെങ്കിൽ ഡിറ്റക്ട് ചെയ്യും, വേരിയേഷൻ ഉണ്ട് എങ്കിൽ അതിനാവശ്യമുള്ള റെമഡിയൽ മെഷേഴ്സ് എടുക്കും. വീണ്ടും നമ്മൾ എന്ത് ചെയ്യും? ആ പറയുന്ന പുതുതായിട്ട് ചെയ്ത ആക്ടിവിറ്റിക്ക് വല്ല വേരിയേഷൻ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് സ്റ്റാൻഡേർഡുമായിട്ട് വീണ്ടും ചെക്ക് ചെയ്യും. വീണ്ടും കറക്ഷൻ ഉണ്ടെങ്കിൽ വീണ്ടും കറക്റ്റ് ചെയ്യും. അങ്ങനെ ഇത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. അൺഎൻഡിങ് ആയിട്ടുള്ള പ്രോസസ്സാണ് കൺട്രോൾ എന്ന് പറയുന്നത്. Management function. It is one of the most important management function. This function is performed by all levels of management. ഒരു മാനേജ്മെന്റ് ഫംഗ്ഷൻ ആണ്. എല്ലാ മാനേജ്മെന്റ് ലെവലുകളിലും നമ്മൾ കൺട്രോൾ പെർഫോം ചെയ്യുന്നുണ്ട്. Then forward looking. ഭാവിയിലേക്കാണ് നോട്ടം. Control aims at future. Control helps to check current performance and provide guidelines for future standards. കൺട്രോളിനകത്ത് കറണ്ട് പെർഫോമൻസ് ചെക്ക് ചെയ്യാണ് ചെയ്യുന്നത്. എന്നിട്ട് അതിൽ നിന്നും പോരായ്മകൾ വല്ലതും ഉണ്ടെങ്കിൽ അതൊക്കെ കണ്ടെത്തി ഭാവിയിൽ അങ്ങനത്തെ പ്രശ്നങ്ങൾ ഒഴിവാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഭാവിയിലേക്ക് വേണ്ട സ്റ്റാൻഡേർഡുകൾ സെറ്റ് ചെയ്യുന്നുള്ള ഗൈഡ് ലൈൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഫ്യൂച്ചറിലേക്കാണ് കൺട്രോൾ എയിം ചെയ്യുന്നത്. Then corrective process. Here actual performance is compared with the planned performance. If there is deviation, corrective measures are to be taken. ഒരു കറക്റ്റീവ് പ്രോസസ്സാണ്, അല്ലെ? നമ്മൾ പല തവണയായി നമ്മളത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ആക്ച്വൽ പ്രോസസ്സിനെ നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്ത പെർഫോമൻസുമായിട്ട് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യും. ഡീവിയേഷൻ ഉണ്ടെങ്കിൽ കറക്ഷൻ എടുക്കുകയും ചെയ്യും. അപ്പം അങ്ങനെ കറക്ഷൻ എടുത്തുകൊണ്ടേയിരിക്കുന്ന ഒരു പ്രോസസ്സാണ് കൺട്രോൾ എന്ന് പറയുന്നത്. റിലേറ്റഡ് ടു പ്ലാനിങ്. പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ടതാണ് കൺട്രോൾ. നമ്മളിതിനകത്ത് പറയുന്നുണ്ട്, പ്ലാനിങ്ങിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള സ്റ്റാൻഡേർഡിനെ നമ്മൾ എടുത്തിട്ട് നമ്മുടെ ആക്ച്വലിനെ അതുമായിട്ട് കമ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത്, അല്ലേ? എന്നിട്ട് ഡീവിയേഷൻ ഉണ്ടെങ്കിൽ കറക്ഷൻ നടത്തുകയാണ് ചെയ്യുന്നത്.
അപ്പം തീർച്ചയായിട്ടും പ്ലാനിങ്ങിന് അനുബന്ധമായിട്ട് വരുന്ന അല്ലെങ്കിൽ പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ട ഒന്ന് തന്നെയാണ് കൺട്രോൾ എന്ന് നമുക്ക് പറയാവുന്നതാണ്. പ്ലാനിങ്ങിലെ സ്റ്റാൻഡേർഡുകളാണ് നമ്മൾ കൺട്രോൾ പർപ്പസിന് വേണ്ടിയിട്ട് എടുക്കുന്നത്. പ്ലാൻ ഗീവ്സ് ദ ഡയറക്ഷൻ ടു വേരിയസ് ബിസിനസ് ആക്ടിവിറ്റീസ്. വിവിധ ബിസിനസ് ആക്ടിവിറ്റീസിന്റെ ഡയറക്ഷൻസ് നൽകുന്നതാണ് പ്ലാൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ പ്ലാനിൽ പറഞ്ഞിരിക്കുന്ന ഡയറക്ഷൻസിനനുസരിച്ച് തന്നെയാണോ കാര്യങ്ങൾ നടന്നിരിക്കുന്നത്, ആക്ച്വൽ പെർഫോമൻസ് അങ്ങനെ തന്നെയാണോ എന്നുള്ളത് മെഷർ ചെയ്യുകയും ഡീവിയേഷൻ ഉണ്ടെങ്കിൽ അത് ഫൈൻഡ് ചെയ്യുകയും അതിനാവശ്യമായിട്ടുള്ള അത് ഓവർകം ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള സ്റ്റെപ്സ് സജസ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒന്നാണ് എന്ത്, കൺട്രോൾ. അപ്പോൾ പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന തന്നെയാണ് കൺട്രോൾ. പ്ലാനിങ് ഗീവ്സ് ദ ഡയറക്ഷൻ ടു വേരിയസ് ബിസിനസ് ആക്ടിവിറ്റീസ്, വൈൽ കൺട്രോൾ എന്താ ചെയ്യുന്നത്, മെഷേഴ്സ് ആൻഡ് ഫൈൻസ് ഡീവിയേഷൻസ്. ഡീവിയേഷൻസ് മെഷർ ചെയ്യുകയും അത് ഫൈൻഡ് ചെയ്യുകയും മെഷർ ചെയ്യുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ സജസ്റ്റ് പ്രോപ്പർ സ്റ്റെപ്സ് ടു കറക്റ്റ് ഇറ്റ്, അത് കറക്റ്റ് ചെയ്യുന്നതിന് ആവശ്യമുള്ള സ്റ്റെപ്സ് സജസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. ദെൻ ഫ്ലെക്സിബിൾ, കൺട്രോൾ ഈസ് ഫ്ലെക്സിബിൾ ആൻഡ് നോട്ട് റിജിഡ്. വളരെ ഫ്ലെക്സിബിൾ ആണ്, അത്ര സ്ട്രിക്റ്റ് ആയിട്ട് കിടക്കുന്നത്, റിജിഡ് ആയിട്ടുള്ള ഒന്നൊന്നും അല്ല. കീ ടു കൺട്രോൾ ഈസ് ദ ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി. കൺട്രോളിന്റെ ഒരു കീ എന്ന് പറയുന്നത് എന്താണ്, അതോറിറ്റി ഡെലിഗേഷൻ ആണ്. അധികാര കൈമാറ്റം നടക്കണം, അപ്പോഴാണ് കൺട്രോൾ എഫക്റ്റീവായിട്ട് നടക്കുക. കൺട്രോൾ കോൾസ് ഫോർ പ്രോപ്പർ ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി ബൈ ദ സുപ്പീരിയർ ടു ദ സബോർഡിനേറ്റ്. സുപ്പീരിയേഴ്സിൽ നിന്നും സബോർഡിനേറ്റ്സിലേക്ക് അതോറിറ്റിയുടെ ഡെലിഗേഷൻ കൺട്രോൾ ആവശ്യപ്പെടുന്നുണ്ട്, അപ്പോഴേ കൺട്രോൾ എഫക്റ്റീവ് ആവും. ഇത്രയാണ് നമുക്ക് കൺട്രോളിന്റെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ നേച്ചർ അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ ആയിട്ട് പറയാനുള്ളത്. ദെൻ ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഇഫക്റ്റീവ് എക്സിക്യൂഷൻ. An organization has different objectives to achieve its goals. ഒരു ഓർഗനൈസേഷന് അതിന്റെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടി വിവിധ ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കും. പ്ലാൻ ആർ പ്രിപ്പയർഡ് ആൻഡ് ഇംപ്ലിമെന്റഡ് ടു അച്ചീവ് ദീസ് ഗോൾസ്. ഈ ഗോൾസ് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്ലാനുകൾ പ്രിപ്പയർ ചെയ്യുന്നതും അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നതും. ദ ആക്ച്വലി ഈസ് കമ്പയർഡ് വിത്ത് പ്ലാൻ ആൻഡ് ഡീവിയേഷൻ ആർ കറക്റ്റഡ്. എന്നിട്ട് എന്താ ചെയ്യുന്നത്, നമ്മൾ യഥാർത്ഥത്തിൽ നടന്നത് പ്ലാനുമായിട്ട് കമ്പയർ ചെയ്യും അല്ലേ. പ്ലാനിൽ പറഞ്ഞിരിക്കുന്നത് നമുക്ക് കറക്റ്റായിട്ട് വേണ്ട സംഭവമാണ്. അപ്പോൾ അതിനനുസരിച്ച് എൻ്റെ കാര്യങ്ങൾ നടന്നു പോകുന്നുണ്ടോ എന്ന് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യുകയും വ്യത്യാസമുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ വലിയ പ്രശ്നമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് സഹായിക്കുന്ന ഒന്നാണ് കൺട്രോൾ. അതുകൊണ്ട് തന്നെ ഒരു ഓർഗനൈസേഷന്റെ പ്രവർത്തനങ്ങൾ ഇഫക്റ്റീവായിട്ട് എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് കൺട്രോളിന്റെ ഒരു പ്രധാനപ്പെട്ട ധർമ്മം എന്ന് പറയുന്നത്. ഹെൽപ്സ് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി. അതോറിറ്റി ഡെലിഗേഷന് ഇത് സഹായിക്കുന്നുണ്ട്. ടു ബിക്കം കൺട്രോൾ ഇഫക്റ്റീവ്, പ്രോപ്പർ ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി ഷുഡ് ബി ഡൺ. സോ ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി അറ്റ് ലോവർ ലെവൽ ഈസ് പോസിബിൾ. കൺട്രോൾ ഭംഗിയാവണമെങ്കിൽ എന്ത് വേണം, ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി വേണം. അതുകൊണ്ട് ലോവർ ലെവലിലേക്കുള്ള ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി ഒക്കെ ഇവിടെ സാധ്യമാകുന്നു എന്നാണ് പറയുന്നത്. Then facilitate decentralization. Under decentralization, authority is dispersed at levels. Control of all levels is necessity for the success of decentralization. അപ്പം നമ്മുടെ ഡീസെൻട്രലൈസേഷനകത്ത് അതോറിറ്റി എല്ലാ ലെവലുകളിലും എന്ത് ചെയ്യും, ഡിസ്പേഴ്സ് ചെയ്യപ്പെടും അല്ലെ. അതോറിറ്റി എല്ലാവരിലെയും കൈമാറ്റം ചെയ്യുക എന്ന് പറയുന്നതാണ് ഡീസെൻട്രലൈസേഷൻ. ആ ഡീസെൻട്രലൈസേഷൻ സക്സസ്ഫുൾ ആവണമെന്നുണ്ടെങ്കിൽ എല്ലാ ലെവലിലും എന്താവശ്യമാണ്, കൺട്രോൾ വേണം. വെറുതെ അധികാരം കൊടുത്ത് ആരും തിരിഞ്ഞു നോക്കാതിരുന്നു കഴിഞ്ഞാൽ കയ്യിൽ നിന്ന് പോകും. അപ്പം കൺട്രോൾ വേണം. അപ്പോൾ കൺട്രോൾ ഓഫ് ഓൾ ലെവൽസ് ഈസ് നെസസിറ്റി ഫോർ ദി സക്സസ് ഓഫ് ഡീസെൻട്രലൈസേഷൻ. അപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ ഡീസെൻട്രലൈസേഷൻ ഇഫക്റ്റീവായിട്ട് നടപ്പിലാക്കണമെങ്കിൽ എന്ത് വേണം എന്ന് പറഞ്ഞ്, കൺട്രോൾ വേണം. അപ്പം ഡീസെൻട്രലൈസേഷന് സൗകര്യപ്പെടുത്തി കൊടുക്കുന്നത് കൺട്രോളാണ്. ഫെസിലിറ്റേറ്റ്സ് കോർഡിനേഷൻ. നല്ല കോർഡിനേഷൻ ഉണ്ടാക്കിയെടുക്കുന്നതിന് കൺട്രോൾ ആവശ്യമാണ്. കൺട്രോൾ ഹെൽപ്സ് ടു ഇൻ്റഗ്രേറ്റ് ദ ആക്ടിവിറ്റീസ് ഓഫ് വേരിയസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് എന്റർപ്രൈസ്. ഡിപ്പാർട്ട്മെന്റിലെ വിവിധ ഓർഗനൈസേഷനിലെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ പ്രവർത്തനങ്ങളെല്ലാം സംയോജിപ്പിച്ച് കൊണ്ടുപോകാൻ കൺട്രോൾ സഹായിക്കുന്നുണ്ട്. ബെസ്റ്റ് ഫോർ ഫ്യൂച്ചർ ആക്ഷൻ. ഭാവിയിലെ പ്രവർത്തനം നന്നാകുന്നതിന് ഇത് ആവശ്യമാണ്. കൺട്രോൾ ഹെൽപ്സ് ടു കറക്റ്റ് മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാൻ സഹായിക്കും. സോ ഇറ്റ് റെഡ്യൂസ് ചാൻസസ് ഓഫ് കമ്മിറ്റിംഗ് മിസ്റ്റേക്സ് ഇൻ ഫ്യൂച്ചർ. ഭാവിയിൽ മിസ്റ്റേക്സ് ഒഴിവാക്കുന്നതിന് സഹായിക്കും. മിസ്റ്റേക്സ് ഒഴിവാക്കാൻ വേണ്ടി എങ്ങനെയൊക്കെ പ്രവർത്തിക്കണം എന്നൊക്കെ കൺട്രോൾ പറഞ്ഞു തരും നമുക്ക്. അപ്പം അങ്ങനെ മിസ്റ്റേക്സ് ഒഴിവാക്കുന്നതിന്, ഫ്യൂച്ചർ ആക്ഷൻ വളരെ നന്നാക്കി എടുക്കുന്നതിന് ഇത് സഹായിക്കും. റെഗുലേറ്റ്സ് ദ ഓപ്പറേഷൻസ്. പ്രവർത്തനങ്ങളെല്ലാം തന്നെ കൺട്രോൾ ചെയ്യുന്നു. Control regulates the operation to ensure the achievement of objectives. നമ്മുടെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യുന്നത് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ കൃത്യമായിട്ട് റെഗുലേറ്റ് ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ, നിയന്ത്രിച്ച് കൊണ്ടുപോകണമെങ്കിൽ കൺട്രോൾ ആവശ്യമാണ്. ദെൻ പോയിന്റ് ഔട്ട് വീക്ക്നെസ് ഓഫ് മാനേജ്മെന്റ്. മാനേജ്മെന്റിന്റെ പോരായ്മകൾ എവിടെയൊക്കെയാണെന്ന് വെച്ചാൽ ചൂണ്ടിക്കാണിക്കാൻ ഇവർ വേണം, കൺട്രോൾ വേണം. ദർ വിൽ ബി നമ്പർ ഓഫ് പ്രോബ്ലംസ് വിച്ച് cannot be traced out through planning and staffing, cannot be traced out through planning
ഓർഗനൈസിങ് ആൻഡ് സ്റ്റാഫിംഗ്. മാനേജ്മെന്റിന്റെ പ്രോബ്ലംസ് എല്ലാം തന്നെ പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിങ് ഈ പറയുന്ന കാര്യങ്ങളിലൂടെ മാത്രം നമുക്ക് കണ്ടെത്താൻ പറ്റില്ല. ഇറ്റ് ക്യാൻ ബി ട്രേസ്ഡ് ഔട്ട് ത്രൂ കൺട്രോൾ പ്രോസസ്. അതും കൺട്രോൾ പ്രോസസ്സിലൂടെ കണ്ടെത്താൻ പറ്റുള്ളൂ. ദ വീക്ക്നെസ് ഓഫ് മാനേജ്മെന്റ് പ്ലാനിങ്, ഓർഗനൈസിങ് ആൻഡ് സ്റ്റാഫിംഗ് ക്യാൻ ബി പോയിന്റ് ഔട്ട്. ഈ പറയുന്ന 3 പ്രോസസ്സിനകത്ത് വരുന്ന പ്രശ്നങ്ങളും പോയിന്റ് ഔട്ട് ചെയ്യാൻ ഇത് സഹായിക്കും. Then efficiency evaluation. The performance of each individual is to be evaluated on the basis of target fixed for him. Pressure for better performance. നല്ല പെർഫോമൻസിനുള്ള പ്രഷർ ഇത് ഉണ്ടാക്കും. വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇൻഡിവിജ്വൽസിന്റെ പെർഫോമൻസ് അസസ് ചെയ്യപ്പെടും, ഇവാലുവേറ്റ് ചെയ്യപ്പെടും. അപ്പം അങ്ങനെ നമ്മുടെ പെർഫോമൻസ് അസസ് ചെയ്യുന്നുണ്ട്, ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ടെന്ന് അറിയുമ്പം ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യാനുള്ള സാധ്യത അവിടെ കൂടുതലാണ്. Here person is likely to perform better if he knows that his performance is evaluated. ഒരു വ്യക്തിയുടെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യപ്പെടുന്നുണ്ടെന്ന് അയാൾ അറിയുമ്പോൾ അയാൾ നന്നായിട്ട് പെർഫോം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. സോ കൺട്രോൾ പുട്സ് എ സൈക്കോളജിക്കൽ പ്രഷർ ഓൺ ഇൻഡിവിജ്വൽ ഫോർ ബെറ്റർ പെർഫോമൻസ്. അതുകൊണ്ട് തന്നെ നല്ല പെർഫോമൻസിനുള്ള ഒരു പ്രഷർ ഈ കൺട്രോള് വ്യക്തികളിൽ അങ്ങനെയുള്ള സൈക്കോളജിക്കൽ പ്രഷർ ഇത് ഉണ്ടാക്കുന്നുണ്ട്. ഇത്രയാണ് നമുക്കതിൻ്റെ ഇമ്പോർട്ടൻസ് ആയിട്ട് പറയാനുള്ളത്. ദെൻ കൺട്രോൾ പ്രോസസ് എന്താണെന്ന് നോക്കാം. സ്റ്റെപ്സ് ഇൻ കൺട്രോൾ ഇത് പറയാം, ഓർ പ്രോസസ് ഓഫ് കൺട്രോൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിൽ 5 സ്റ്റെപ്സ് ആണുള്ളത്. ഒന്ന് എസ്റ്റാബ്ലിഷിംഗ് സ്റ്റാൻഡേർഡ്സ്, മെഷർമെന്റ് ഓഫ് പെർഫോമൻസ്, അപ്രൈസൽ ഓഫ് പെർഫോമൻസ്, ഡിറ്റർമിനിങ് ദ റീസൺ ഫോർ ഡീവിയേഷൻ, ഫീഡ്ബാക്ക്. 5 സ്റ്റെപ്സ് ആണുള്ളത്. ഓരോ സ്റ്റെപ്സും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഇത് ഓരോന്നും ചെറിയ തോതിൽ നമ്മൾ പല വട്ടമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. ഒന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. A standard is a criterion against which results can be measured. ഏതൊരു സിറ്റുവേഷൻ ആയിക്കോട്ടെ നമ്മൾ റിസൾട്ട് മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആ ഒരു ക്രൈറ്റീരിയൻ, ആ ഒരു ഘടകത്തെയാണ് നമ്മൾ എന്ത് പറയാം, സ്റ്റാൻഡേർഡ് എന്ന് പറയാം. എവറി ഓർഗനൈസേഷൻ സെറ്റ്സ് ഓഫ് പ്ലാൻസ് ടു അച്ചീവ് ഗോൾസ്, ഒബ്ജക്റ്റീവ്സ് ഓർ ടാർഗറ്റ്സ്. ലക്ഷ്യങ്ങളായിക്കോട്ടെ, ഗോൾസ്, ഒബ്ജക്റ്റീവ്സ്, ടാർഗറ്റ്സ് ഇതെല്ലാം തന്നെ അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എല്ലാ ഓർഗനൈസേഷനിലും എന്ത് സെറ്റ് ചെയ്യും, പ്ലാനുകൾ സെറ്റ് ചെയ്യും. ഓൺ ദി ബേസ് ഓഫ് ദീസ് സ്റ്റാൻഡേർഡ്സ് ആർ എസ്റ്റാബ്ലിഷ്. ആ പ്ലാനിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്, സ്റ്റാൻഡേർഡ്സ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. സ്റ്റാൻഡേർഡ്സ് ഓർ ദ റിസൾട്ട്സ് വിച്ച് ആർ ഡിസൈഡ് മേ ബി ക്ലിയർ ആൻഡ് പ്രിസൈസ് ആസ് ഫാർ ആസ് പോസിബിൾ. നമ്മുടെ സ്റ്റാൻഡേർഡ് എന്ന് വെച്ചാൽ നമ്മുടെ റിസൾട്ട്, അത് നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താണോ അത് ക്ലിയർ ആയിരിക്കണം, പ്രിസൈസ് ആയിരിക്കണം, അത് വ്യക്തമായിരിക്കണം, വളരെ ചുരുക്ക രൂപത്തിൽ പ്രിസൈസ് ഫോമിൽ ആയിരിക്കണം സാധ്യമാകുന്നിടത്തോളം. They can be expressed in physical or monetary terms. ഫിസിക്കൽ ടേംസിൽ അല്ലെങ്കിൽ മോണിറ്ററി ടേംസിൽ നമുക്കതിനെ എക്സ്പ്രസ് ചെയ്യാവുന്നതാണ്. ഡിഫറെൻറ്റ് സ്റ്റാൻഡേർഡ് ഓഫ് പെർഫോമൻസ് ക്യാൻ ബി സെറ്റ് ഫോർ ഡിഫറെൻറ്റ് ഓപ്പറേഷൻസ്. ഓർഗനൈസേഷനിൽ വിവിധ തരത്തിലുള്ള ഓപ്പറേഷൻസ് ഉണ്ടാവും. അപ്പോൾ വിവിധ ഓപ്പറേഷനുകൾക്ക് വിവിധ സ്റ്റാൻഡേർഡ് ഓഫ് പെർഫോമൻസുകൾ സെറ്റ് ചെയ്യാവുന്നതാണ്. ദെൻ മെഷർമെൻറ്റ് ഓഫ് പെർഫോമൻസ്. പെർഫോമൻസിൻ്റെ മെഷർമെൻ്റ് ആണ് രണ്ടാമതായിട്ട് വരുന്ന സ്റ്റെപ്പ്. Performance should be measured and the deviation may be detected. It will help management to take corrective actions. പെർഫോമൻസ് നമ്മൾ ആദ്യം മെഷർ ചെയ്യണം അല്ലേ. നമ്മൾ ആദ്യം നമ്മുടെ പെർഫോമൻസ് എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ കുറിച്ചൊരു സ്റ്റാൻഡേർഡ് ആദ്യം സെറ്റ് ചെയ്ത് വെക്കുന്നു. അതിനുശേഷം നമ്മൾ ആക്ച്വലി പെർഫോം ചെയ്തിരിക്കുന്ന പെർഫോമൻസ് മെഷർ ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ഡീവിയേഷൻസ് അതിൽ നിന്ന് ഡിറ്റക്ട് ചെയ്യേണ്ടതുണ്ട്. ഇറ്റ് വിൽ ഹെൽപ്പ് മാനേജ്മെന്റ് ടു ടേക്ക് കറക്റ്റീവ് ആക്ഷൻസ് അല്ലേ. അത് തിരുത്തിക്കൊണ്ടുള്ള ഈ ഒരു പ്രശ്നങ്ങൾ ഓവർകം ചെയ്യുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ എടുക്കാൻ അത് മാനേജ്മെന്റിനെ സഹായിക്കും. The performance can be measured after completion of the operation or in the course of operation. ആ ഒരു ഓപ്പറേഷൻ നടക്കുന്നതിനിടയ്ക്കോ അല്ലെങ്കിൽ ആ ഒരു ഓപ്പറേഷൻ എന്താ ഒരു ഓപ്പറേഷൻ വെച്ച് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷമോ, രണ്ട് രീതിയിലും വേണമെങ്കിൽ നമുക്ക് പെർഫോമൻസ് മെഷർ ചെയ്യാവുന്നതാണ്. If it is measured in the course of operation, ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുക മെഷർ ചെയ്യുകയാണെങ്കിൽ the deviation can be detected in advance of their actual occurrence and avoided by appropriate actions. അപ്പോൾ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഇടയിൽ കുറച്ച് ഭാഗം സാമ്പിളൊക്കെ എടുത്തിട്ട് നമ്മളിങ്ങനെ മെഷർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡീവിയേഷൻസ് വളരെ നേരത്തെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവുന്നതിന് മുമ്പ് തന്നെ, അത് ആക്ച്വലി ഒക്കർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ആവശ്യമായിട്ടുള്ള നടപടിക്രമങ്ങളൊക്കെ എടുത്തുകൊണ്ട് നമുക്കത് ഒഴിവാക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത്. ദെൻ അപ്രൈസൽ ഓഫ് പെർഫോമൻസ്. അങ്ങനെ നമ്മൾ പെർഫോമൻസ് നമ്മൾ മെഷർ ചെയ്ത് വെച്ചു രണ്ടാമത്തെ സ്റ്റേജിൽ. മൂന്നാമത്തെ സ്റ്റേജ് എന്താണ്, ആ പെർഫോമൻസിനെ അപ്രൈസൽ ചെയ്യുകയാണ്. ഇറ്റ് ഈസ് ദ കമ്പാരിസൺ ഓഫ് ആക്ച്വൽ പെർഫോമൻസ് ടു സ്റ്റാൻഡേർഡ്. നമ്മളിങ്ങനെ മെഷർ ചെയ്ത ആക്ച്വൽ പെർഫോമൻസിനെ ഫസ്റ്റ് സ്റ്റേജിൽ തയ്യാറാക്കിയിട്ടുള്ള സ്റ്റാൻഡേർഡുമായിട്ട് കമ്പയർ ചെയ്യാണ് ചെയ്യുന്നത്. ദെൻ ഡീവിയേഷൻ ഈസ് ഫൗണ്ട് ഔട്ട് ആൻഡ് കോസസ് ഓഫ് ഡീവിയേഷൻ ആർ ടു ബി ഐഡന്റിഫൈഡ്. അപ്പം ഡീവിയേഷൻ ഉണ്ടോ നോക്കും. അങ്ങനെ ഡീവിയേഷൻ വ്യത്യാസം ഉണ്ടെങ്കിൽ അതാണല്ലോ ഡീവിയേഷൻ.
ഡീവിയേഷൻ നമ്മൾ കണ്ടെത്തും, എന്നിട്ട് ഡീവിയേഷന്റെ കാരണങ്ങളും നമ്മൾ ഐഡന്റിഫൈ ചെയ്യും. To find out the cause of deviation, the manager has to depend upon proper, accurate and timely information. ഇപ്പോൾ ഡീവിയേഷൻ ഉണ്ടായി, ആ ഡീവിയേഷന്റെ കാരണങ്ങൾ കണ്ടെത്തണമെങ്കിൽ മാനേജർ വളരെ കൃത്യമായിട്ടുള്ള ശരിയായിട്ടുള്ള സമയത്തിനുള്ള ഇൻഫോർമേഷനുകൾ എന്ത് ചെയ്യണം, ഡിപ്പെൻഡ് ചെയ്യണം. അതായത് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഇൻഫോർമേഷനെ തന്നെ ഡിപ്പെൻഡ് ചെയ്യണം, കൃത്യമായ ഇൻഫോർമേഷൻ നോക്കണം. ഡിറ്റർമിനിങ് ദ റീസൺസ് ഫോർ ഡീവിയേഷൻ. ഡീവിയേഷന്റെ കാരണം എന്താണെന്നുള്ളത് തീരുമാനിക്കുക, കണ്ടെത്തുക എന്നുള്ളതാണ് അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത്. ദ മാനേജർ ഹു ഈസ് റെസ്പോൺസിബിൾ ഫോർ കൺട്രോൾ ഹാസ് ടു ഡിറ്റർമിൻ ദ റീസൺസ് ഫോർ ഡീവിയേഷൻ. കൺട്രോളിന് ഉത്തരവാദിത്തമായിട്ടുള്ള മാനേജർ മീൻസ് കൺട്രോൾ എന്ന ജോബ് ഏൽപ്പിക്കപ്പെട്ട മാനേജറുടെ ഡ്യൂട്ടിയാണ് എന്ത്, ഡീവിയേഷന്റെ കാരണം എന്താണെന്നുള്ളത് കണ്ടെത്തുക എന്നുള്ളത്. The deviation may be due to error in project design. ഈ ഡീവിയേഷൻ സംഭവിക്കുന്നത് നമ്മുടെ പെർഫോമൻസിലെ പ്രശ്നം കൊണ്ട് മാത്രമാവണമെന്നില്ല. അത് പ്രോജക്റ്റ് ഡിസൈൻ ചെയ്തെടുത്തേ പ്രശ്നങ്ങൾ ഉണ്ടാവാം. അപ്പം പ്രോജക്റ്റ് ഡിസൈനിലുള്ള എറർ ആവാം, മാനേജ്മെന്റ് പ്രോബ്ലം ആവാം, ഇംപ്ലിമെന്റേഷൻ അത് നടപ്പിൽ വരുത്തുമ്പോഴുള്ള പ്രശ്നമാവാം, ഓർ ഇൻ ഓപ്പറേറ്റീവ് പെർഫോമൻസ് അത് ചെയ്യുമ്പോൾ പ്രവർത്തിച്ച് തുടങ്ങുമ്പോഴുണ്ടാവുന്ന പ്രശ്നങ്ങളൊക്കെ ആവാം. ദെൻ ഫീഡ്ബാക്ക്. ഫീഡ്ബാക്ക് അത് ലാസ്റ്റ് സ്റ്റേജ് ആണ്. നമ്മളുടെ എംപ്ലോയീസ് അല്ലെങ്കിൽ സബോർഡിനേറ്റ്സിൽ നിന്നൊക്കെ ഉള്ള തന്നെ ഇൻഫോർമേഷന്റെ അടിസ്ഥാനത്തിൽ വേണം നമുക്ക് എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മളുടെ കറക്റ്റീവ് ആക്ഷൻസ് എടുക്കുകയും ഫ്യൂച്ചറിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമുക്ക് ഒഴിവാക്കുകയും ചെയ്യാം. അപ്പം ദ മെയിൻ ഒബ്ജക്റ്റ് ഓഫ് കൺട്രോൾ സിസ്റ്റം ഈസ് ടു പ്രൊവൈഡ് ദ റിക്വയർഡ് ഇൻഫോർമേഷൻ ത്രൂ ദി പ്രോസസ് ഓഫ് ഫീഡ്ബാക്ക്. ഫീഡ്ബാക്ക് എന്ന് പറയുന്ന പ്രോസസ്സിലൂടെ ആവശ്യമുള്ള ഇൻഫോർമേഷൻസ് എല്ലാം തന്നെ കളക്ട് ചെയ്യുക എന്നുള്ളതാണ് കൺട്രോൾ സിസ്റ്റത്തിന്റെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. സോ ദാറ്റ് ദ ഫ്യൂച്ചർ ഡീവിയേഷൻ ക്യാൻ ബി കറക്റ്റഡ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഡീവിയേഷൻസ് കണ്ടെത്താനും സാധിക്കും, അങ്ങനെ ഭാവിയിൽ ഉള്ള ഡീവിയേഷൻസിനെ നമുക്ക് കറക്റ്റ് ചെയ്തെടുക്കാനും സാധിക്കും. ഇത്രയാണ് നമ്മുടെ കൺട്രോൾ പ്രോസസ്സ് എന്ന് പറയുന്നത്. ദെൻ ഒബ്ജക്റ്റീവ് ഓഫ് കൺട്രോൾ. എന്തൊക്കെയാണ് ഇതിന്റെ ഒബ്ജക്റ്റീവ്സ്? വളരെ ചെറിയ 4-5 പോയിന്റേ ഉള്ളൂ. ടു എൻഷുർ ദാറ്റ് ദ വർക്ക് പ്രോഗ്രസ് ആസ് പ്ലാൻഡ്. പ്ലാൻ ചെയ്തതിനനുസരിച്ച് തന്നെയാണോ വർക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് ഉറപ്പുവരുത്തുക. നമ്മൾ പറഞ്ഞു കൺട്രോളിംഗ് എന്ന് പറയുന്നത് പെർഫോമൻസ് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷമാവാം, പെർഫോമൻസ് നടക്കുന്നതിനിടക്കും ആവാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നടക്കുന്നതിനിടക്ക് നമ്മൾ കൺട്രോൾ സിസ്റ്റം അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പ്ലാൻ ചെയ്തതിനനുസരിച്ച് തന്നെയാണോ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് ഉറപ്പുവരുത്താൻ പറ്റും. ടു ഡിറ്റക്ട് ദ ഡീവിയേഷൻസ്, അല്ലെ, വ്യത്യാസങ്ങളുണ്ടെങ്കിൽ വ്യതിയാനങ്ങളുണ്ടെങ്കിൽ കണ്ടെത്താം. ടു ഇവാലുവേറ്റ് എഫിഷ്യൻസി, കാര്യക്ഷമത ഉറപ്പുവരുത്താനും ഇവാലുവേറ്റ് ചെയ്യുന്നതിന് സാധിക്കും. ടു മേക്ക് ഷുവർ ദാറ്റ് ഓൾ ആക്ടിവിറ്റീസ് ആർ പെർഫോംഡ് അക്കോർഡിംഗ് ടു ദ പ്രീ ഡിറ്റർമിൻഡ് പ്ലാൻസ്. നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന അനുസരിച്ച് തന്നെയാണ് എല്ലാ പ്രവർത്തനങ്ങളും പെർഫോം ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് ഉറപ്പുവരുത്താൻ ഇത് സഹായിക്കും. റിവൈസ് ദ പ്ലാൻ ഓൺ ദി ബേസ് ഓഫ് ഡീവിയേഷൻ. ഒക്കെ ഡീവിയേഷൻ നടന്നതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ പ്ലാനിൽ വേണ്ട മാറ്റങ്ങളൊക്കെ നമുക്ക് വരുത്തിയെടുക്കാനൊക്കെ കൺട്രോൾ സിസ്റ്റം സഹായിക്കും. ഇത്രയാണ് കൺട്രോളിങ്ങിന്റെ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് പറയാനുള്ളത്. ദെൻ ലിമിറ്റേഷൻസ് ഓഫ് കൺട്രോളിങ്. 3-4 ലിമിറ്റേഷൻസ് നമുക്ക് ഇവിടെ കൊടുക്കാനുള്ളൂ. കൺട്രോൾ പ്രോസസ് ഹാസ് ദ ഫോളോയിങ് ലിമിറ്റേഷൻസ്. എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് കനോട്ട് ബി കൺട്രോൾഡ്. അല്ലെ, നമ്മൾ എത്ര ഭംഗിയായിട്ട് പ്ലാൻ ചെയ്തിട്ടും എത്ര നന്നായിട്ട് പെർഫോം ചെയ്തിട്ടും കാര്യമില്ല, എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഓർഗനൈസേഷൻ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് നമ്മളെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുമൂലം നമുക്ക് ഡീവിയേഷൻസ് ഉണ്ടാവാം. അപ്പം കൺട്രോൾ പ്രോസസ്സ് എപ്പോഴും എത്ര നന്നായിട്ട് ചെയ്താലും എഫക്റ്റീവായി മുന്നോട്ട് പോകണമെന്നില്ല. എക്സ്റ്റേണൽ ഫാക്ടേഴ്സിനകത്ത് ഏതൊക്കെ വരാം? ഗവൺമെന്റ് പോളിസീസ്, അല്ലേ, അതുപോലെ തന്നെ കോമ്പറ്റീറ്റേഴ്സ് പ്ലാൻസ് ഒക്കെ വരാം. ഫിക്സിംഗ് സ്റ്റാൻഡേർഡ് ആർ ഇമ്പോർട്ടന്റ് ലിമിറ്റേഷൻ. സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യണം ഇവിടെ. അതുമായിട്ടാണല്ലോ നമ്മുടെ ആക്ച്വലി നമ്മൾ കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല, അതിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. ഇൻ സർട്ടൺ കേസസ് ഫിക്സേഷൻ ഓഫ് സ്റ്റാൻഡേർഡ് ഈസ് ഡിഫിക്കൽട്ട്. സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യാന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. ഫോർ എക്സാമ്പിൾ, ഇൻ ദ കേസ് ഓഫ് എംപ്ലോയീസ് മൊറയിലാണ്, EE ആണ്. എംപ്ലോയീസിന്റെ മൊറയിൽ കണ്ടെത്തുക, അല്ലെങ്കിൽ ആ മൊറയിലിനെയാണ് നമുക്ക് മെഷർ ചെയ്യേണ്ടത്. ആ മൊറയിൽ നമ്മൾ എന്ത് സ്റ്റാൻഡേർഡാണ് വെക്കുക? അപ്പം അങ്ങനെയുള്ള ചില ക്വാണ്ടിറ്റേറ്റീവ് ടേംസിലല്ലാത്ത ചില കാര്യങ്ങൾക്കൊക്കെ നമുക്കൊരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യാൻ ഇത്തിരി പാടായിരിക്കും. ദെൻ ഇറ്റ് ഈസ് ആൻ എക്സ്പെൻസീവ് പ്രോസസ്. ചിലവ് കൂടുതലാണ്, അല്ലെ, ഇതിന് വേണ്ടിയിട്ട് കുറേ ഒരു എഫേർട്ട് എടുക്കേണ്ടതുണ്ട്, കുറേ ആളുകൾ ഇതിൽ എൻഗേജ് ചെയ്യുകയൊക്കെ ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ചെറിയ എന്റർപ്രൈസുകളെ സംബന്ധിച്ചിടത്തോളം ഈ ചിലവ് താങ്ങാൻ പറ്റണമെന്നില്ല. സ്മോൾ എന്റർപ്രൈസസ് കനോട്ട് അഫോർഡ് ദിസ് കോസ്റ്റ്.
Then workers will resist control if it curtails their freedom. Workers ചിലപ്പം ഈ കൺട്രോൾ പ്രോസസ്സിനെ എതിർത്തു എന്ന് വരാം, കാരണം അത് അവരുടെ സ്വാതന്ത്ര്യത്തെ അല്ലെ കർട്ടെയിൽ ചെയ്യുന്നുണ്ട്. അപ്പം അതുകൊണ്ട് അവർ ചിലപ്പം ഈ ഒരു കൺട്രോൾ സിസ്റ്റത്തെ എതിർത്തു എന്ന് വരാം. ദെൻ ഇഫക്റ്റീവ് കൺട്രോൾ സിസ്റ്റം. എങ്ങനെയാണ് ഒരു ഓർഗനൈസേഷനകത്ത് ഒരു ഇഫക്റ്റീവ് കൺട്രോൾ സിസ്റ്റം നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കുക, അല്ലെങ്കിൽ ഒരു ഇഫക്റ്റീവ് കൺട്രോൾ സിസ്റ്റത്തിന് ഉണ്ടാവേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം. And the suitability. Control system should be according to the requirements, size, nature and necessity of the enterprise. Control system ഒരു മറ്റൊരു ഓർഗനൈസേഷനിൽ നല്ലൊരു കൺട്രോൾ സിസ്റ്റം ഉണ്ട്, അത് അതുപോലെ കോപ്പി ചെയ്ത് ചിലപ്പോൾ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഉപയോഗിക്കാൻ പറ്റണമെന്നില്ല. നമ്മുടെ എന്റർപ്രൈസ് എന്താണോ ആ എന്റർപ്രൈസസിന്റെ ആവശ്യങ്ങൾ, അതിന്റെ സൈസ്, നേച്ചർ, അതിന്റെ നെസസിറ്റി, ആവശ്യം എന്താണോ അതൊക്കെ അനുസരിച്ച് വേണം കൺട്രോൾ സിസ്റ്റം ഉണ്ടാവാൻ. ഓർഗനൈസേഷന് സ്യൂട്ടബിൾ ആയിട്ടുള്ള കൺട്രോൾ സിസ്റ്റം ഉണ്ടായിരിക്കണം. ഫോക്കസ്. The system should be capable of detecting the deviations quickly and correctly. അപ്പോൾ നമ്മുടെ ഈ സിസ്റ്റത്തിന്, ഈ കൺട്രോൾ സിസ്റ്റത്തിന് ഡീവിയേഷൻ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് കണ്ടെത്താനും അത് കറക്റ്റായിട്ട് കണ്ടെത്താനും കഴിയണം. എപ്പോഴും ആ ഒരു മിസ്റ്റേക്സ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന ഒന്നായിരിക്കണം കൺട്രോൾ സിസ്റ്റം. ദ സിസ്റ്റം ഷുഡ് ബി capable of defining exceptions. അല്ലെ, എക്സെപ്ഷണൽ കേസസ്, അസാധാരണമായിട്ട് വല്ലതൊക്കെ ഉണ്ടോ എന്നുള്ളത് ഡിഫൈൻ ചെയ്യാൻ സിസ്റ്റത്തിനെ കൊണ്ട് സാധിക്കണം. കഴിയുന്നിടത്തോളം അത് വ്യക്തമായിട്ട് ഡിഫൈൻ ചെയ്യാൻ സാധിച്ചിരിക്കണം. ദെൻ ഫ്ലെക്സിബിൾ ആയിരിക്കണം. ദ സിസ്റ്റം ഷുഡ് ബി ഫ്ലെക്സിബിൾ ടു ഇൻകോർപ്പറേറ്റ് ഫ്യൂച്ചർ ചേഞ്ചസ്, ഇംപ്രൂവ്മെന്റ് എക്സെട്ര. അപ്പോൾ ഫ്യൂച്ചറിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, അതുപോലെ തന്നെ ഇംപ്രൂവ്മെന്റ്സ്, അതിനനുസരിച്ചൊക്കെ നമ്മുടെ ഈ ഒരു കൺട്രോൾ സിസ്റ്റം നമുക്ക് മാറ്റാൻ പറ്റണം. ഒരിക്കൽ കൺട്രോൾ സിസ്റ്റം സെറ്റ് ചെയ്തു ഒരു നിലക്കും അത് മാറ്റാൻ പറ്റില്ല, എന്നാൽ നമ്മുടെ സ്ഥാപനത്തിന്റെ ചുറ്റുപാടുകളൊക്കെ മാറിക്കൊണ്ടിരിക്കുകയും ചെയ്യും. അങ്ങനെ ആയി കഴിഞ്ഞ പ്രശ്നമാണ്. അപ്പോൾ ഫ്യൂച്ചറിൽ ഒരു ചേഞ്ച് ഉണ്ടായി കഴിഞ്ഞാൽ, ഓർഗനൈസേഷനിൽ ഇംപ്രൂവ്മെന്റ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അതിനനുസരിച്ച് മാറാൻ കൺട്രോൾ സിസ്റ്റത്തിന് സാധിച്ചിരിക്കണം. Then flexible. The system should be flexible to incorporate future changes, improvements, etc. A control system ഫ്യൂച്ചറിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് അനുസരിച്ച്, ഇംപ്രൂവ്മെന്റ് അനുസരിച്ചൊക്കെ മാറ്റാൻ പറ്റുന്ന രീതിയിലായിരിക്കണം. ഓർഗനൈസേഷന്റെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ്. അപ്പൊ മാറ്റങ്ങൾക്കനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം കൺട്രോൾ സിസ്റ്റം. റിഫ്ലക്ഷൻ ഓഫ് ഓർഗനൈസേഷൻ പാറ്റേൺ. ഓർഗനൈസേഷൻ പാറ്റേണിന്റെ റിഫ്ലക്ഷൻ. ഓർഗനൈസേഷൻ ഈസ് ആൻ ഇമ്പോർട്ടന്റ് വെഹിക്കിൾ ഓഫ് കൺട്രോൾ. കൺട്രോൾ എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സിനകത്ത് ഒരു പ്രധാനപ്പെട്ട എലമെന്റ് ആണ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്, അല്ലെ. ഓർഗനൈസേഷനെ ബേസ് ചെയ്തിട്ടാണ് കൺട്രോൾ സിസ്റ്റം വരുന്നത്. ഓർഗനൈസേഷൻ ഇല്ലെങ്കിൽ പിന്നെ അവിടെ കൺട്രോൾ സിസ്റ്റത്തിന് പ്രസക്തിയില്ല. ഫോർ എൻഫോഴ്സിംഗ് കൺട്രോൾ സിസ്റ്റം, ദ എഫിഷ്യൻസി ആൻഡ് ഇഫക്റ്റീവ്നെസ് ഓഫ് ദ ഓർഗനൈസേഷൻ മസ്റ്റ് ബി ക്ലിയർലി ബ്രോട്ട് ഔട്ട്. അപ്പം ആ ഒരു കൺട്രോൾ സിസ്റ്റം ഇഫക്റ്റീവായിട്ട് നമ്മൾ ഓർഗനൈസേഷൻ നടപ്പിൽ വരുത്തണമെങ്കിൽ ആദ്യം ഓർഗനൈസേഷന്റെ എഫിഷ്യൻസി എന്തൊക്കെയായിരിക്കണം, ഇഫക്റ്റീവ്നെസ് എങ്ങനെയായിരിക്കണം എന്നുള്ളതൊക്കെ വ്യക്തമാക്കി വെച്ചിട്ടുണ്ടാവണം. Then objectives. The system should be objective oriented and should be in accordance with organization structure, plans, policies and programs. ഈ കൺട്രോൾ സിസ്റ്റം ഒബ്ജക്റ്റീവ് ഓറിയന്റഡ് ആയിരിക്കണം, ഒരു നിർദ്ദിഷ്ട ലക്ഷ്യം ഉണ്ടായിരിക്കണം. ആൻഡ് ഷുഡ് ബി ഇൻ അക്കോർഡൻസ് വിത്ത് ദി ഓർഗനൈസേഷൻ സ്ട്രക്ചർ, പ്ലാൻസ്, പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ്. അത് ഓർഗനൈസേഷന്റെ സ്ട്രക്ചറിനനുസരിച്ച്, പ്ലാനിനനുസരിച്ച്, പോളിസിക്ക്, പ്രോഗ്രാമിനനുസരിച്ചൊക്കെ തന്നെ ആയിരിക്കണം. ഇറ്റ് ഷുഡ് ബി സിമ്പിൾ ആൻഡ് ഈസി ടു ഫോളോ. വളരെ ലളിതമായിരിക്കണം, എല്ലാവർക്കും ഒരുപോലെ ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒന്നായിരിക്കണം. ഇക്കണോമിക്കൽ. ഇറ്റ് ഷുഡ് ബി ഇക്കണോമിക്കൽ, അല്ലെ. ചെലവ് കുറഞ്ഞതായിരിക്കണം, മാക്സിമം ചെലവ് ചുരുങ്ങിയ രീതിയിൽ നടപ്പിൽ വരുത്താൻ പറ്റുന്ന ഒരു കൺട്രോൾ സിസ്റ്റം ആവണം ഒരു ഓർഗനൈസേഷൻ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത്. Acceptance. The system should be acceptable by organization members. ഓർഗനൈസേഷനിലെ മെമ്പേഴ്സിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സിസ്റ്റം ആയിരിക്കണം. വളരെ കോംപ്ലക്സ് ആയിട്ടുള്ളതും മറ്റുമൊക്കെ ആയി കഴിഞ്ഞാൽ അവരതിനെ ആക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. അപ്പം അവർക്കും കൂടെ ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒന്നായിരിക്കണം. Then motivate employees. A control system is most effective when it motivates employees to high performance. ഒരു കൺട്രോൾ സിസ്റ്റം ഏറ്റവും ഇഫക്റ്റീവ് ആവുക എപ്പോഴാണ്? എംപ്ലോയീസിനെ നല്ല പെർഫോമൻസിന് വേണ്ടി മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റം അതാവുമ്പോൾ മാത്രമാണ്. അതുകൊണ്ട് ഒരു കൺട്രോൾ സിസ്റ്റം എപ്പോഴും എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെ ആയിരിക്കണം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഒരു കൺട്രോൾ സിസ്റ്റം ഒരു ഓർഗനൈസേഷനകത്ത് ഡെവലപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള പോയിന്റ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം. Till then.